Welcome to the new video class of Operations Management. Today's topic is about manufacturing and non-manufacturing operations. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ എന്താണ്, അഥവാ നോൺ മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നോൺ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് എന്താണ്, അവ തമ്മിലുള്ള മേജർ ഡിഫറൻസസ് ഏതൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ്. Manufacturing operation is where people, processes and equipment come together to add value to material and produce goods for sale. അതായത് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആ റോ മെറ്റീരിയൽസിൽ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലാബേഴ്സും അത് ചെയ്യേണ്ട ആ ഒരു മെത്തേഡ് അഥവാ പ്രോസസ്സസും അതുപോലെ തന്നെ അതിന് വേണ്ട മെഷീൻസും എക്യുപ്മെൻറ്റ്സും ടൂൾസും ഒക്കെ അവൈലബിൾ ആക്കിയിട്ട് അതുപയോഗിച്ച് നമ്മളൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു മാനുഫാക്ചറിങ് ഓർഗനൈസേഷനാണെന്ന് നമുക്ക് പറയാം. ഒന്നുമില്ല, ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ആ ഒരു പ്ലേസിൽ അവൈലബിൾ ആണെങ്കിൽ അവിടെ നമുക്ക് മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് നടക്കുന്നു എന്ന് പറയാം. സോ മാനുഫാക്ചറിങ് ഓർഗനൈസേഷനിൽ അഥവാ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് നടക്കുന്നതിൽ നമുക്ക് അവൈലബിൾ ആകേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് വേണം, അതിൽ ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വർക്കേഴ്സ് ലാബേഴ്സ് വേണം, അതിന് വേണ്ട പ്രോസസ്സസ് അവൈലബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ അതിന് വേണ്ട മെഷീൻസ് ആൻഡ് ടൂൾസും എക്യുപ്മെൻറ്റ്സും ഒക്കെ അവൈലബിൾ ആയിരിക്കണം. സോ ഈ എല്ലാ ഫെസിലിറ്റീസും യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് നമ്മൾ മാനുഫാക്ചറിങ് ഓർഗനൈസേഷനിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ഫെസിലിറ്റീസൊക്കെ ചേർന്ന് വരുന്ന ആ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ദെൻ നോൺ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ്. നോൺ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് എ ബിസിനസ് എൻറ്റിറ്റി whose primary function is to provide services to promote the welfare of the community and not only to benefit its members. നോൺ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. അതായത് മാനുഫാക്ചറിങ് ഓപ്പറേഷൻസിൽ നമ്മളൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും എല്ലാ അറേഞ്ച്മെൻറ്റും മാനുഫാക്ചറിങ് ഓപ്പറേഷൻസിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. പക്ഷേ നോൺ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് പറയുന്നത് എന്താണ്, അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് അഥവാ പ്രൈമറി ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈസ് ടു പ്രൊവൈഡ് സർവീസസ് ടു പ്രൊമോട്ട് ദി വെൽഫെയർ ഓഫ് ദി കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ വെൽഫെയർ വെൽബീയിങ് അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി വർക്ക് ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥാപനങ്ങളെയാണ് നമ്മൾ നോൺ മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ അഥവാ നോൺ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റിയുടെ വെൽഫെയർ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഒരു നോൺ മാനുഫാക്ചറിങ് ഓർഗനൈസേഷനിൽ കാര്യങ്ങൾ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത് നമുക്ക് പറയാം ഒരു സർവീസ് മോട്ടീവ് ഓപ്പറേഷൻസ് ആണ് ഒരു നോൺ മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻസിൽ നടക്കുന്നത് എന്ന് പറയാം. ഓക്കെ, പക്ഷേ മാനുഫാക്ചറിങ്ങിൽ എന്താ നടക്കുന്നത്, ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് നമ്മൾ അവിടെ ഡിസൈൻ ചെയ്യണം. ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഫെസിലിറ്റീസ് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് മാനുഫാക്ചറിങ് ഓപ്പറേഷൻസിൽ നടത്തുന്നത്. എന്നിട്ട് ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്തിനായിരിക്കും, ഫോർ സെയിലിനായിരിക്കും അല്ലേ. അപ്പോൾ അത് അങ്ങനെ വിൽപ്പന നടത്തി അതിലൂടെ ലാഭം നേടുക എന്ന ലക്ഷ്യമായിരിക്കും ഒരു മാനുഫാക്ചറിങ് ഓപ്പറേഷൻസിൽ ഉണ്ടാകുക. പക്ഷേ നോൺ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസിൽ അങ്ങനെ ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഏൺ ചെയ്യുക എന്നതല്ല ലക്ഷ്യം, മറിച്ച് എന്താണ്, സൊസൈറ്റിയുടെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ വെൽഫെയർ ആണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. സോ പ്രോഫിറ്റിനല്ലാണ്ട് വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളെയാണ് നോൺ മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. സോ നോൺ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് ഒരു സർവീസ് മോട്ടീവ് ഓപ്പറേഷൻസ് ആണ് ആ സ്ഥാപനത്തിൽ നടത്തുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പം മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ ഒരു പ്രോഫിറ്റ് മോട്ടീവ് ഓർഗനൈസേഷനാണ്, നോൺ മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ ഒരു സർവീസ് മോട്ടീവ് ഓർഗനൈസേഷനാണ്. ഓക്കെ, ദ നെക്സ്റ്റ് ഏരിയ, ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ മാനുഫാക്ചറിങ് ആൻഡ് സർവീസ് ഓപ്പറേഷൻസ്. പിന്നെ നമുക്ക് അപ്പോൾ എന്താണ് മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ്, എന്താണ് നോൺ മാനുഫാക്ചറിങ് അഥവാ സർവീസ് ഓപ്പറേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഈ രണ്ട് ഓപ്പറേഷൻസും തമ്മിലുള്ള മെയിൻ ഡിഫറൻസസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
Okay, so first difference is manufacturing operations convert inputs like materials, labor, etc. into a tangible output. But service operations also transform input into outputs, but outputs are intangible. ഇതിവിടെ പറയുന്നത് ആ ഒരു പ്രോസസ്സിങ്ങിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷനാണ് പറയുന്നത്. ഇൻപുട്ടിനെ ഔട്ട്പുട്ടിലേക്കാക്കി മാറ്റുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഈ രണ്ട് ഓപ്പറേഷൻസിലും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് മാനുഫാക്ചറിങ് ഓപ്പറേഷൻസിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻപുട്സ്, അതായത് റോ മെറ്റീരിയൽസ്, അത് നമ്മൾ എന്ത് ചെയ്യാണ്, അത് കൺവേർട്ട് ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ടാക്കി നമ്മൾ മാറ്റുന്നു. അപ്പോൾ ഇൻപുട്ടിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ടാക്കി നമ്മൾ മാനുഫാക്ചറിങ് ഓർഗനൈസേഷനിൽ മാറ്റുന്നു. ആ മാറ്റുന്ന ഔട്ട്പുട്ട്, ആ ഒരു കൺവേർട്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് നമുക്ക് ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടായിരിക്കും. അതായത് ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനും, നമുക്ക് ടച്ച് ചെയ്യാനും, നമുക്ക് സ്മെല്ല് ചെയ്യാനും, ഓക്കെ, അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഔട്ട്പുട്ടായിരിക്കും മാനുഫാക്ചറിങ് ഓപ്പറേഷൻസിലൂടെ നമുക്ക് കിട്ടുന്നത്. പക്ഷേ സർവീസ് ഓപ്പറേഷൻസിൽ എന്താ പറയുന്നത്, സർവീസ് ഓപ്പറേഷൻസിലും ഇതേപോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. അതായത് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, ഇൻപുട്ടിനെ ഔട്ട്പുട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുക തന്നെയാണ് നമ്മൾ സർവീസ് ഓപ്പറേഷൻസിലും നടത്തുന്നത്. പക്ഷേ ആ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആർ ഇൻടാഞ്ചിബിൾ. അതായത് ഈ ഇൻപുട്ടിനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇൻടാഞ്ചിബിൾ ഇൻ നേച്ചറിലായിരിക്കും. ഏതിൽ, സർവീസ് ഓപ്പറേഷൻസിൽ. അപ്പോൾ ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല, നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കാണാനും ടച്ച് ചെയ്യാനും ഒന്നും പറ്റാത്ത ഒരു റിസൾട്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഔട്ട്പുട്ടായിരിക്കും നമുക്ക് സർവീസ് ഓപ്പറേഷൻസിൽ നമുക്ക് ലഭിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡിഫറൻസ്. ദെൻ the second difference is manufacturing operations allow separation between production and consumption. മാനുഫാക്ചറിങ് ഓപ്പറേഷൻസിൽ നമുക്ക് പ്രൊഡക്ഷനും കൺസംഷനും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ ആ ഒരു സെപ്പറേഷൻസ് പോസിബിളാണ്. പക്ഷേ സർവീസ് ഓർഗനൈസേഷനിൽ എന്താ പറയുന്നത്, കസ്റ്റമർ റിസീവ് സർവീസ് ആസ് ഇറ്റ് ഈസ് പെർഫോംഡ്, ദസ് ദർ ഈസ് പ്രൊഡക്ഷൻ ആസ് വെൽ ആസ് കൺസംഷൻ ഓഫ് സർവീസ് അറ്റ് ദി സെയിം ടൈം. സർവീസ് ഓർഗനൈസേഷനിൽ നമ്മൾ സർവീസാണ്, കമ്മ്യൂണിറ്റിക്ക് ഒരു സർവീസാണ്, അവരുടെ വെൽഫെയറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. സോ അവർക്ക് നമ്മൾ സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സർവീസാണ്. അപ്പോൾ ഒരേ സമയത്ത് തന്നെ ആ സർവീസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും അത് സ്വീകരിക്കുന്ന കൺസ്യൂമേഴ്സിന് അഥവാ കസ്റ്റമേഴ്സിന് അത് അതേ സമയത്ത് തന്നെ കൺസ്യൂം ചെയ്യുവാനും സാധിക്കുന്ന ഒരു തരത്തിലുള്ള ഓപ്പറേഷനാണ് നോൺ മാനുഫാക്ചറിങ് അഥവാ സർവീസ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം കസ്റ്റമർ റിസീവ് സർവീസ് ആസ് ഇറ്റ് പെർഫോംഡ്, കസ്റ്റമേഴ്സിന് ആ സ്പോട്ടിൽ തന്നെ സർവീസ് കിട്ടുന്നുണ്ട്. അപ്പോൾ സർവീസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അന്നപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അത് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൊഡക്ഷനും അതുപോലെ തന്നെ കൺസംഷനും ഒരേ ലെവലിൽ തന്നെ നമുക്ക് നോൺ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസിൽ നടക്കുന്നുണ്ട് എന്ന് പറയാം. പക്ഷേ മാനുഫാക്ചറിങ്ങിൽ നമ്മൾ പ്രൊഡക്ഷൻ ഫസ്റ്റ് നടത്തുന്നു, ആ പ്രൊഡക്ഷൻ്റെ റിസൾട്ടായിട്ടാണ് നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. ആ പ്രോഡക്റ്റ് നമ്മൾ വിൽക്കുമ്പോൾ അത് സെയിൽ ചെയ്ത് കസ്റ്റമേഴ്സിൻ്റെ കൈകളിൽ എത്തിയിട്ടാണ് അവരത് കൺസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു ഡിഫറൻസ്. അപ്പം സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് പ്രൊഡക്ഷനെയും കൺസംഷനെയും മാനുഫാക്ചറിങ് ഓർഗനൈസേഷനിൽ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ നോൺ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, പ്രൊഡക്ഷനെയും കൺസംഷനെയും ഇതേപോലെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താ, പ്രൊഡക്ഷനും കൺസംഷനും ഒരേ ടൈമിൽ തന്നെ കൺസ്യൂമേഴ്സിന് അഥവാ കസ്റ്റമേഴ്സിന് അവൈലബിൾ ആകുന്ന സാഹചര്യമാണ് നമ്മുടെ നോൺ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസിൽ നടക്കുന്നത്. ഓക്കെ, then third point is productivity is easily measured in manufacturing operations because manufacturing operations produce tangible product. പ്രൊഡക്റ്റിവിറ്റി, അതായത് നമ്മൾ ഇൻപുട്സ് കൺവേർട്ട് ചെയ്ത് ഔട്ട്പുട്ടാക്കി മാറ്റുന്ന ആ ഒരു പ്രൊഡക്ഷൻ,
അതിലൂടെ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ നേടുന്ന ആ ഒരു പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ഓപ്പറേഷൻസിൻ്റെ കേസിൽ നമുക്കത് മെഷർ ചെയ്യാൻ സാധിക്കും. അതായത് എത്രത്തോളം പ്രൊഡക്റ്റാണ് നമ്മൾ ഉണ്ടാക്കിയത്, ആ ഒരു ഇൻപുട്ട് ട്രാൻസ്ഫോം ചെയ്ത് ഔട്ട്പുട്ടാക്കി മാറ്റിയതിൻ്റെ ഭാഗമായിട്ട് എത്ര യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റാണ് നമ്മൾ ഡെയിലി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ മന്ത്ലി ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ എന്താ പറയുക റേറ്റ് അല്ലെങ്കിൽ ആ യൂണിറ്റ് നമുക്ക് മെഷർ ചെയ്യാൻ മാനുഫാക്ചറിങ് ഓർഗനൈസേഷനിൽ സാധിക്കും. കാരണം നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയാൻ ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ്. പക്ഷേ പ്രൊഡക്ടിവിറ്റി ഈസ് നോട്ട് ഈസിലി മെഷേർഡ് ഇൻ കേസ് ഓഫ് എ സർവീസ് ഓപ്പറേഷൻസ് ബിക്കോസ് ദി ഔട്ട്പുട്ട് ഓഫ് ദി സർവീസ് ഓപ്പറേഷൻസ് ആർ ഇൻടാഞ്ചിബിൾ. പക്ഷേ സർവീസ് ഓപ്പറേഷൻസിൽ എന്താ പറയുന്നത്, നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് എന്തിനു സാധിക്കില്ല, അത് മെഷർ ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താണ്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സർവീസ് ഓർഗനൈസേഷനിൽ ഇൻടാഞ്ചിബിൾ ആണ്. സോ നമുക്കത് കൗണ്ട് ചെയ്യാനോ നമുക്ക് മെഷർ ചെയ്യാനോ നമുക്ക് മെഷർ ചെയ്യാനോ സാധിക്കാത്തൊരു ഔട്ട്പുട്ടാണ് നോൺ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസിൽ കിട്ടുന്നത്, അഥവാ സർവീസ് ഓപ്പറേഷൻസിൽ. ഓക്കെ, then fourth difference is expenses required for material handling is more in manufacturing operations, but expenses required for material handling are less as compared to manufacturing operations. എക്സ്പെൻസസിൻ്റെ കേസാണ് പറയുന്നത്. മാനുഫാക്ചറിങ് ഓപ്പറേഷൻസിൽ മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യാൻ എന്താണ് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നാണ് പറയുന്നത്. പക്ഷേ അതും വെച്ച് സർവീസിനെ കമ്പയർ ചെയ്യുമ്പം സർവീസ് ഓർഗനൈസേഷൻസിൽ എന്താണ് മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിലുള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ് എന്നാണ് പറയുന്നത്. അതായത് നമുക്കറിയാം മാനുഫാക്ചറിങ് ഓപ്പറേഷൻസിൽ നമുക്ക് ഒരുപാട് റോ മെറ്റീരിയൽസും മെഷീൻസും ടൂൾസും ലേബേഴ്സും ഒക്കെ നമുക്ക് ആവശ്യമാണ്. ഒരു പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിനുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യണം. അപ്പം അതെന്ന് പറയുന്നത് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സ്റ്റേജസ് തന്നെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് ആ ഒരു പ്രൊഡക്ഷൻ സ്റ്റേജിൽ മാനുഫാക്ചറിങ് ഓർഗനൈസേഷനിൽ നടക്കുന്നത്. പക്ഷേ സർവീസ് ഓപ്പറേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പ്ലേസിൽ നിന്ന് തന്നെ നമ്മൾ സർവീസാണ് അവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. സോ നമുക്ക് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്സ്പെൻസ് മാനുഫാക്ചറിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സർവീസ് ഓർഗനൈസേഷൻസിൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് വളരെ ലെസ്സാണ്. ഓക്കെ, അപ്പം മാനുഫാക്ചറിങ് എക്സ്പെൻസീവാണ്, മറ്റേത് ലെസ് എക്സ്പെൻസീവ് ആണെന്ന് പറയാം. The next one, customers have less contact with people who provide manufacturing operations, but customers have more contact with the persons who provide services. ഇനി പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ ഒരു കോണ്ടാക്റ്റാണ്, ഓർഗനൈസേഷനുമായിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ കോണ്ടാക്റ്റ്. അത് പറയുന്നത് മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻസിൽ കസ്റ്റമേഴ്സിന് നമ്മുടെ ഓർഗനൈസേഷനുമായിട്ടുള്ള കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്, ലെസ് കോണ്ടാക്റ്റാണ്, അധികം ബന്ധമില്ല. കാരണം എവിടെ നിന്നാണ് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് എന്നൊന്നുമില്ല, കടകളിലേക്ക് എത്തുമ്പം ഷോപ്പിലേക്ക് എത്തുമ്പോൾ ആ ഷോപ്പിൽ നിന്നാണ് എന്ത് ചെയ്യുന്ന റീറ്റെയിലേഴ്സിൽ നിന്നാണ് കസ്റ്റമേഴ്സ് അധികവും പർച്ചേസ് ചെയ്യുന്നത്. സോ ആ ഒരു ഓപ്പറേറ്റിംഗ് ഫേമിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഫേമുമായിട്ട് അധിക കോണ്ടാക്റ്റ് ഒന്നും മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻസിൽ കസ്റ്റമേഴ്സിന് ഇല്ല. മറിച്ച് സർവീസ് ഓർഗനൈസേഷൻസിൽ കസ്റ്റമേഴ്സ് ഡയറക്റ്റായിട്ട് പോവുകയാണ് ആ ഒരു സർവീസ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആ സർവീസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സ് നേരിട്ട് ഷോപ്പിലേക്ക് വരുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിലേക്ക് വരുന്നത് കൊണ്ട് കസ്റ്റമേഴ്സിന് ആ ഓർഗനൈസേഷനുമായിട്ട് നല്ലൊരു കോണ്ടാക്റ്റാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ നല്ലൊരു കോണ്ടാക്റ്റാണ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് പറയാം. സോ കസ്റ്റമേഴ്സ് കോണ്ടാക്റ്റ് ലെസ്സാണ് മാനുഫാക്ചറിങ് ഓർഗനൈസേഷനിൽ, കസ്റ്റമേഴ്സ് കോണ്ടാക്റ്റ് മോറാണ് ഇൻ ദി കേസ് ഓഫ് സർവീസ് ഓർഗനൈസേഷൻ. ഓക്കെ, ദെൻ സിക്സ്ത് പോയിന്റ് ഈസ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. Quality standards are relatively simple and easy to establish in manufacturing operations, but quality standards are difficult to establish and product quality is difficult to evaluate in service operations. ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചാണ്. അതായത് നമുക്കറിയാം ടാഞ്ചിബിൾ ഔട്ട്പുട്ടാണ് നമുക്ക് ഏതിൽ കിട്ടുന്നത്, മാനുഫാക്ചറിങ് ഓപ്പറേഷൻസിൽ കിട്ടുന്നത്. സോ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻസിൽ പോസിബിളാണ്. ഓക്കെ, അപ്പോൾ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാനും അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, മെഷർ ചെയ്യാനും നമുക്ക് സാധിക്കും. പക്ഷേ സർവീസ് ഓർഗനൈസേഷൻസിൽ എന്താണ്, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിളാണ്. ഇൻടാഞ്ചിബിൾ ആയതുകൊണ്ട് അത് നമുക്ക് പ്രോപ്പറായിട്ട് മെഷർ ചെയ്യാനും അതിൻ്റെ ക്വാളിറ്റി നമുക്ക് ചെക്ക് ചെയ്യാനും ഉള്ള ഒരു അവസരം നോൺ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസിൽ
സാധ്യമല്ല. ഓക്കെ, സർവീസ് സർവീസ് ഓർഗനൈസേഷനിൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിഫിക്കൾട്ടാണ്. പക്ഷേ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസിൽ സർവീസ് ക്വാളിറ്റി സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിളാണ്. ഓക്കെ, then seventh point is manufacturing operations depend on maintenance and repair work, but service operations do not depend on maintenance and repair work. നമുക്കറിയാം മാനുഫാക്ചറിങ് ഓപ്പറേഷൻസിൽ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ അവിടെ വർക്കേഴ്സും റോ മെറ്റീരിയൽസും, അതായത് നമുക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽസും അതിന് വേണ്ട ടൂൾസും എക്യുപ്മെൻറ്റ്സും മെഷീനറിയും ഒക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മുടെ മെഷീൻസിന് വല്ല ബ്രേക്ക് ഡൗൺസോ അല്ലെങ്കിൽ എന്താ പറയുക ലേബേഴ്സിൻ്റെ ആബ്സെൻസോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ റിസോഴ്സസിൻ്റെ ഷോർട്ടേജ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പം ഇതൊക്കെ ഈ മെഷീനും എക്യുപ്മെൻറ്റ്സും ഈ ടൂൾസുകളൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയും അതുപോലെ തന്നെ അതിന് വല്ല ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്ത് എല്ലാം സ്മൂത്തായിട്ട് കണ്ടക്ട് ചെയ്യുകയും ചെയ്യണമെങ്കിൽ അത് നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. എങ്കിലേ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസിൽ കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള ടൂൾസും എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും ഒന്നും നമ്മൾ സർവീസ് ഓപ്പറേഷൻസിൽ നമുക്ക് വേണ്ട. സോ അതുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ എന്തിലില്ല, സർവീസ് ഓപ്പറേഷൻസിൽ മെയിൻ്റെനൻസും റിപ്പയർ വർക്കൊന്നും സർവീസ് ഓപ്പറേഷൻസിൽ ഇല്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ, the next point is manufacturing operations are flexible in manufacturing work methods, scheduling work, etc. Service operations are inflexible because services are in direct contact with the customers and customers are part of service system. മാനുഫാക്ചറിങ് ഓപ്പറേഷൻസിൽ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, ആ ഉണ്ടാക്കിയ പ്രൊഡക്റ്റാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കസ്റ്റമേഴ്സിലേക്ക്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഓപ്പറേഷൻസിൽ നമുക്ക് വേണ്ടതുപോലെ, കാരണം കസ്റ്റമേഴ്സിന് ഡയറക്റ്റായിട്ട് കോണ്ടാക്റ്റ് ഇല്ല മാനുഫാക്ചറിങ് ഏരിയയുമായി ബന്ധപ്പെട്ട്. സോ നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് ചേഞ്ചസ് ആ ഓപ്പറേഷൻസിലും ആ പ്രോസസ്സിലും ആ മെത്തേഡ്സിലും ഒക്കെ നമുക്ക് വരുത്താൻ സാധിക്കും. സോ ഫ്ലെക്സിബിളാണ്, എല്ലാ കാര്യത്തിലും ഫ്ലെക്സിബിളാണ് മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് വെൻ കമ്പയർഡ് ടു സർവീസ് ഓപ്പറേഷൻസ്. കാരണം സർവീസ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് എന്താണ്, കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആണ്, കസ്റ്റമേഴ്സ് ഡയറക്റ്റായി വരികയാണ് ആ സർവീസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചേഞ്ചസ് വരുത്തുക എന്നത് ഈസി അല്ല ഇൻ ദി കേസ് ഓഫ് സർവീസ് ഓപ്പറേഷൻസ്. ഓക്കെ, അപ്പം ഫ്ലെക്സിബിളാണ് മാനുഫാക്ചറിങ്, മറിച്ച് സർവീസ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലെക്സിബിൾ ആണെന്ന് പറയാം. The next one, manufacturing operations can standardized and less customized. Service operations cannot produce output that can be stored. Manufacturing operations എന്താ പറയുക, ക്യാൻ ബി സ്റ്റാൻഡേർഡൈസ്ഡ്. നമുക്കൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാം, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രൊഡക്റ്റിന് നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാം, കാരണം കസ്റ്റമേഴ്സ് ഡയറക്റ്റായിട്ട് കോണ്ടാക്റ്റ് ഇല്ല. പക്ഷേ സർവീസ് ഓപ്പറേഷൻസിൽ എന്താ പറയുന്നത്, കനോട്ട് പ്രൊഡ്യൂസ് ഔട്ട്പുട്ട് ദാറ്റ് ക്യാൻ ബി സ്റ്റോർഡ്. സർവീസ് ഓപ്പറേഷൻസിൽ അങ്ങനെ ഒരു ഔട്ട്പുട്ട്, ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഇല്ലാത്തത് കൊണ്ട് നമുക്കൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാനുള്ളൊരു സാധ്യത അല്ലെങ്കിൽ അതിനുള്ളൊരു ചാൻസ് സർവീസ് ഓപ്പറേഷൻസിൽ വളരെ കുറവാണ്. സോ അത് സ്റ്റോർ ചെയ്തിട്ട് അതിനൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സർവീസ് ഓപ്പറേഷൻസിൻ്റെ കേസിൽ വരുന്നില്ല. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് ക്വാളിറ്റി അഷ്വറൻസ് ഈസ് relatively easy and controllable variation in inputs can be controlled and defects can be rectified in output before they reach the customers. അപ്പോൾ നമ്മൾ പറഞ്ഞ അതേ രീതിയാണ് ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറയുന്നത് നമുക്ക് മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻസിൽ എന്താണ് എളുപ്പമാണ്, അത് സാധ്യമാണ്. കാരണം എന്താണ്, നമുക്ക് ക്വാളിറ്റി ആദ്യം ഫിക്സ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കാം. ഇനി അഥവാ വല്ല മിസ്റ്റേക്കും വന്നിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എത്തുന്നതിന് മുന്നേ തന്നെ നമുക്കതിൽ വല്ല മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് കസ്റ്റമേഴ്സിലേക്ക് പാസ് ചെയ്യാം. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ കൈകളിലേക്ക് റീച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഡാമേജും ഡിഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്തിട്ട് നമുക്ക് അത് പാസ് ചെയ്യാനുള്ള സൗകര്യം മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻസിൽ നമുക്ക് പോസിബിളാണ്. പക്ഷേ ക്വാളിറ്റി അഷ്വറൻസ് ഇൻ സർവീസ് ഈസ് ചലഞ്ചിങ്. ദർ ഈസ് ഹൈ ലെവൽ ഓഫ് വേരിയേഷൻസ് ഇൻ ഇൻപുട്ട് ഇൻ കേസ് ഓഫ് സർവീസ്. ദിസ് അഫക്റ്റ് ദി സർവീസ് ക്വാളിറ്റി. പക്ഷേ ഈ ക്വാളിറ്റി അഷ്വർ ചെയ്യുക എന്ന് പറയുന്നത് സർവീസ് ഓർഗനൈസേഷനിൽ ഡിഫിക്കൾട്ടാണ്. കാരണം എന്താണ്,
സർവീസ് ഡയറക്റ്റായിട്ടാണ് കസ്റ്റമേഴ്സിൻ്റെ കൈകളിലേക്ക് എത്തുന്നത്. സോ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ അത് സർവീസ് ക്വാളിറ്റിയെ ബാഡ്ലി എഫക്റ്റ് ചെയ്യാനും ഒരു ചാൻസ് സർവീസ് ഓർഗനൈസേഷൻസിൽ ഉണ്ട്. ഓക്കെ, then the last point is manufacturing operations usually are larger in size and operation, but service operations meet direct contact with the customers and hence they are relatively smaller in size and operation. ഈ സൈസ് ഓഫ് ഓപ്പറേഷൻ ആണ് ഇവിടെ പറയുന്നത്. മാനുഫാക്ചറിങ് ഓർഗനൈസേഷന് വലിയ വലിയ സ്ഥാപനം, വലിയ ബിൽഡിംഗ് വേണം, അതിനുള്ള സെറ്റപ്പ് വേണം, അതിന് നമ്മൾ പ്രോപ്പറായിട്ട് മെഷീൻസും എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം, റോ മെറ്റീരിയൽസൊക്കെ ഇടാൻ സ്റ്റോർ റൂം വേണം, അതിനുള്ള പ്ലേസ് വേണം, ഓക്കെ, വർക്ക് ചെയ്യാനുള്ള വർക്കിംഗ് ഏരിയ വേണം. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു മാനുഫാക്ചറിങ് ഓർഗനൈസേഷന് സർവീസ് ഓർഗനൈസേഷനുമായി കമ്പയർ ചെയ്യുമ്പം ലാർജർ ഇൻ സൈസ് ആണ് എന്ന്, അല്ലെങ്കിൽ ലാർജർ ഇൻ ഓപ്പറേഷൻസ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പം നോൺ മാനുഫാക്ചറിങ് അഥവാ സർവീസ് ഓപ്പറേഷൻസിൽ സ്മോളർ ഇൻ സൈസാണ്, പക്ഷേ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസിൽ സ്മോളർ ഇൻ സൈസ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ മാനുഫാക്ചറിങ് ആൻഡ് നോൺ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു.